ഫോട്ടോ വീഡിയോ വീഡിയോ ഒന്ന് ചെയ്യല്ലേ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുള്ളത് UAE അജ്മാനിലുള്ള പിഗ്മി സൂലാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഇതൊക്കെയാണ് കേട്ടോ അവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ഒരു പാസിന് അഡൽട്ടിന് 20 ദിർഹവും പിന്നെ കുട്ടികൾക്ക് 15 ദിർഹവും അങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു വെയിലായിരുന്നു. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഫ്ലാമിംഗോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടോ ഈ ഒരു സംഭവത്തിനെ കാണുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. നമ്മൾ ഈ പിക്ചറിലൊക്കെ കാണില്ലേ അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ നാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, സൂലൊന്നും അങ്ങനെ ഫ്ലമിംഗോയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു, കുറേ കാണാനായിട്ടുണ്ടായിരുന്നു. കുറേ നേരം നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു, കുട്ടികളും അങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഒരുപാട് പക്ഷികളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ മോൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നതല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒരു സംഭവം ആണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ വയ്യ. ആടിൻ്റെ ആ ഒരു വർഗ്ഗത്തിൽ പെട്ടതായിരിക്കും. അപ്പോൾ അതിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ താറാവാണെന്ന് തോന്നുന്നു. മൊത്തം ബ്ലാക്ക് കളറായിരുന്നു. അപ്പോൾ അത് താറാവിനെ പോലെ ഇരിക്കുന്ന സ്വാനാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. അതാണെന്ന് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് പിന്നെ ഫ്ലമിംഗോ എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പിന്നെ നമ്മൾ ഇത് മയിലാണ് കേട്ടോ. മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. വേറൊരു വെറൈറ്റി മയിലായിരുന്നു നമ്മളവിടെ കണ്ടത്. അങ്ങനെ കുറേ ഫ്ലമിംഗോ, ഇഷ്ടം പോലെ ഫ്ലമിംഗോ അവിടെ ഉണ്ടായിരുന്നു. കുറേ നേരം അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ഒരു കൂട്ടിൽ തന്നെയാണ് അത് സ്വാൻ എല്ലാം ഒരേ കൂട്ടിൽ തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അതിലൊരു കണ്ണ് വയ്ക്കാതിരിക്കാനായിട്ടൊരു പിടക്കോഴിയാണെന്ന് തോന്നുന്നത്, അതും കൂടെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ എല്ലാം പഴയ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു ഡക്കുകൾ ഒരു കൂട്ടം മൊത്തം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പഴയ രീതിയിലാണ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്ഥലമല്ല നമുക്ക് സൂവിൻ്റെ ആ ഒരു രീതിയല്ല, പഴയ പണ്ടത്തെ ഒരു അറബ് കൺട്രി എങ്ങനെയായിരിക്കും ആ ഒരു രീതിയിലാണ് എല്ലാം. ഈ മരുഭൂമിയിലൊക്കെ ആ ഒരു രീതിയിലാണ് എല്ലാം ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഡക്ക് അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ മോള് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓസ്ട്രിച്ചിനെ കേട്ടോ കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓസ്ട്രിച്ച് കണ്ടോ, കഴുത്തിൻ്റെ നീളം കണ്ടോ, ഒന്ന് മാത്രം നീളം. അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് അതൊന്ന് കൊത്തും, അതുകൊണ്ട് ഡേഞ്ചറാണ്. അപ്പോൾ നമ്മളൊന്ന് കുറച്ചൊന്ന് അങ്ങോട്ട് മാറി നിന്ന് എന്നിട്ട് നോക്കിക്കൊണ്ട് നിന്ന്. പിന്നെ ഇതും വരയാടാണെന്ന് തോന്നുന്നു. വരയാട് അങ്ങനെ ആടിൻ്റെ ഒരു വർഗ്ഗമാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലും കുറേ കോഴിയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ടർക്കി അങ്ങനെ ഉണ്ടല്ലോ, ആ ഒരു കോഴിയാണെന്ന് തോന്നുന്നു. അത് നമ്മൾ മാനിൻ്റെ കൂട്ടത്തിലൊക്കെ ഇട്ടിട്ട്, നമ്മുടെ സൂലൊക്കെ ആണെങ്കിൽ മാനിൻ്റെ കൂടാണെങ്കിൽ മാന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ അതും ഇതും എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്, പിടക്കോഴിയും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊന്നും ചെയ്യില്ല, അങ്ങോട്ട് കൊത്തിയൊന്നുമില്ല. ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. ഇങ്ങനെ അവർ അവിടെ തന്നെ ഉള്ള ആൾക്കാരാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം കേട്ടോ, രസകരമായ സംഭവം. ഇവർ ഇങ്ങനെ ഒരു കോഴി അപ്പുറത്തും പിന്നെ 2 എണ്ണം ഇപ്പുറത്ത് നിന്നിട്ട് അവർ കാര്യം പറയണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കൂട്ടിലോട്ട് പോയി കേട്ടോ. ഇത് ആടിൻ്റെ ഒരു വർഗ്ഗമാണെന്ന് തോന്നുന്നു. വലിയ കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും അടുത്ത ഇത് കാണാൻ പോയി. അപ്പോൾ അവിടെ കഴുത ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒട്ടകത്തിൽ തന്നെ പല ഇനമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വേറൊരു ഒട്ടകത്തിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇനമല്ല, ഇതിപ്പോൾ വേറൊരു രീതിയിലെ ഒട്ടകമാണ്. പിന്നെ ഇത് കഴുത കേട്ടോ. കഴുത എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കഴുത.
അങ്ങനെ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കറുത്ത കളറിലെ കഴുതയുണ്ടെന്ന് 2, 3 കഴുത ഉണ്ടായിരുന്നു അതിനകത്ത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കഴുതയൊക്കെ അടുത്ത് ഇങ്ങനെ കാണുന്നത്. പിന്നെ ഒട്ടകത്തിനെ കാണാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഒട്ടകത്തിനെയൊക്കെ അങ്ങനെ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ, അടുത്തൊന്നും കണ്ടിട്ടില്ല. അതൊക്കെ കാണാൻ പറ്റി ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു, ഒട്ടകം കഴിക്കുന്നതും എല്ലാം നോക്കിക്കൊണ്ടിരുന്ന് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എൻ്റെ ശ്രദ്ധ മാറ്റാനൊക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ് കേട്ടോ, മറ്റേ ഇതുണ്ടല്ലോ പോത്ത്, അപ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റ് കുറഞ്ഞ ആ ഒരു ഇതാണെന്ന് തോന്നുന്നു, ആ ഒരു ഇനത്തിലുള്ള ഒരു പോത്തിൻ്റെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും നമ്മുടെ ഓസ്ട്രിച്ച് തന്നെ കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോത്തിൻ്റെ ആ ഒരു കൂട്ടം തന്നെയായിരുന്നു അപ്പുറത്തെ സൈഡിലും ഉണ്ടായിരുന്നത്. ഇങ്ങനെ ചില ഇതെല്ലാം റിപ്പീറ്റായിട്ട് പല സ്ഥലത്തും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ചെറിയൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിള്ളേരൊക്കെ കയറിയിരുന്ന് ആടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പാർക്ക്, പക്ഷേ ഇത് നല്ല രീതിയിൽ അവർ സൂക്ഷിച്ചിട്ടില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണ നല്ലൊരു സൂ തന്നെയാണ് കേട്ടോ. അങ്ങനെ അധികം ആൾക്കാരൊന്നും വന്നു പോകുന്നില്ല, കാരണം നല്ല ഹൈജീനിക് ആയിട്ടൊന്നും പറയാനായിട്ടില്ല. പിന്നെ ഇതെന്ന് വെച്ചാൽ അറബികൾ, പണ്ടത്തെ അറബികൾ യൂസ് ചെയ്തിട്ടുള്ള ഇങ്ങനെയായിരുന്നു കേട്ടോ അവർ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു രീതി. ഇങ്ങനത്തെ രീതിയിലാണ് അവർ കുക്കിങ്ങൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിക്കുന്നത്. അവർ TV അങ്ങനെ പണ്ടത്തെ ആധുനികമായ കുറേ ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റും. അവർ ഡെക്കറേഷൻസും അങ്ങനെയൊക്കെ ഉള്ളത്. കസേരയൊന്നും പുതിയതാണ്, പഴയതല്ല. പിന്നെ ഇതൊക്കെ അടുപ്പും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരറ്റത്ത് ഇങ്ങനെ. അതൊന്നും നേരെ പ്രോപ്പറായിട്ടൊന്നും വെച്ചിട്ടില്ലായിരുന്നു, ജസ്റ്റ് എല്ലാം മാറ്റി മാറ്റി ഇട്ടിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കടലിൻ്റെ ആ ഒരു സൈഡിലൂടെ അപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് നല്ലൊരു രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ പാസൊന്നും വലിയ കൂടുതലായിട്ട് തോന്നുന്നില്ല, കാരണം ഒരുപാട് കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള എല്ലാ മൃഗങ്ങളും ശരിക്കും നമ്മൾ കണ്ടായിരുന്നു. എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അവിടെ ആ ഒരു സൈഡിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷികളെ നമുക്ക് ഇങ്ങനെ കയ്യിലൊക്കെ വെക്കാനായിട്ട് തരും. അവർ നല്ല ഇണങ്ങൾ, ഒന്നും ഉപദ്രവിക്കുകയൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷികളെ ആ ഒരു കൂട്ടത്തിൽ. പിന്നെ അതുപോലെ എല്ലാവരും വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു ഈ പക്ഷികളെല്ലാം, ഒന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയായപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു, ഒന്നുകിൽ സബ്സ്ക്രൈബ് ചെയ്യും.